അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അല്ലാഹു തആലാൻ്റെ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ഒരുപാട് കാര്യങ്ങൾ നമ്മെ തിന്മയിലേക്ക് നയിക്കുന്നുണ്ട്. നിത്യജീവിതത്തിൽ ഒരുപാട് വഴികളാണ് നമുക്ക് തിന്മയിലേക്ക് നമ്മെ എത്തിക്കാനായിട്ട് തുറന്നു വെച്ചിട്ടുള്ളത്. ശൈത്വാന് നമ്മെ അതിലേക്കൊക്കെ പ്രേരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കൈകളിലുള്ള ഫോൺ തന്നെ അതിന് വലിയൊരു ഉദാഹരണമാണ്. ചീത്ത ചിന്തകളിലേക്കും ചീത്ത പ്രവൃത്തികളിലേക്കും ഒക്കെ പോകാൻ നമുക്ക് അതും ഒരു വഴി ഒരുക്കി തരുന്നുണ്ട്. അതിൽ നിന്നൊക്കെ മാറിയിട്ട് നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഈ കാലത്ത് സാധിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. തിന്മ ചെയ്ത് ജീവിക്കുന്നവർ അല്ലെങ്കിൽ തെറ്റായ ചിന്തകളിലൂടെയൊക്കെ അല്ലെങ്കിൽ തെറ്റായ പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരു നിമിഷമെങ്കിലും അതിൽ നിന്ന് പിന്മാറണം എന്നുള്ള ചിന്തയുണ്ടാകും. പക്ഷെ ശൈത്വാൻ അവരെ വിടാതെ പിന്തുടരുകയാണ്. പലർക്കും തെറ്റുകൾ ചെയ്യാതെ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടാവും. പക്ഷെ അവർക്ക് എന്തോ അതിന് സാധിക്കാതെ വരാറുണ്ട്. ശൈത്വാനാണ് അതിന് ഏറ്റവും വലിയ കാരണം. ശൈത്വാൻ്റെ ഷെറിൽ നിന്നും പടച്ച റബ്ബ് നമ്മെ കാക്കാൻ വേണ്ടിയിട്ട്, തിന്മയിൽ നിന്നും ഒരു മോചനം വേണ്ടിയിട്ട്, എപ്പോഴും തെറ്റുകൾ ചെയ്യാൻ തോന്നുന്നവർക്ക് തെറ്റുകളിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിൽ നമ്മെ സഹായിക്കുന്ന വളരെയധികം ശ്രേഷ്ഠതയുള്ള ഒരു ദുആയാണ് ഇന്നിവിടെ പരിചയപ്പെടുത്താനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. കഴിയുന്നത്ര നമുക്ക് ഈ ഒരു ദിക്റിനെ നമുക്ക് ചൊല്ലാവുന്നതാണ്. ഒരു ദിവസം ഒന്നേ കഴിഞ്ഞുള്ളൂ എങ്കിൽ അതുമാത്രം ചെയ്യുക. നമുക്ക് കഴിയുന്നത് പോലെ ചെയ്യുക. കഴിയുന്നതിനനുസരിച്ചിട്ട് ദിക്റിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആത്മാർത്ഥമായിക്കൊണ്ട് പടച്ച റബ്ബിലേക്ക് നമ്മൾ ദുആ ചെയ്യുക. നമ്മൾ ചെയ്യേണ്ട ദുആ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. റബ്ബന അഗ്ഫിർ ലനാ ദുനൂബന വ ഇസ്റാഫന ഫി അംറിന വസബ്ബിത് അഖ്ദാമന വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. വളരെ ചെറിയ ദിക്റാണ്. നിത്യജീവിതത്തിൽ നമ്മൾ മനഃപ്പാടമാക്കേണ്ട ഒരു ദിക്റിൻ്റെ കൂട്ടത്തിൽ ഇതും ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. പടച്ച റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവിധ തിന്മയിൽ നിന്നും ചീത്ത സ്വഭാവത്തിൽ നിന്നും ചീത്ത തെറ്റുകളിൽ നിന്നൊക്കെ നമ്മയും നമ്മുടെ കുടുംബത്തെയും നമുക്ക് വേണ്ടപ്പെട്ടവരുടെയൊക്കെ മാറ്റിയിട്ട് നല്ലൊരു ജീവിതം പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. ഇഹലോകവും പരലോകവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മയും നമ്മുടെ കുടുംബത്തെയും പടച്ച റബ്ബ് ഉൾപ്പെടുത്തട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.